മൂന്നാമത്തെ ഖലീഫയായ മുത്തനബിയുടെ കയ്യിൽ പിടിച്ചു നടന്ന ഈ സഹാബിയുടെ പഴയ കഥ എന്തായിരുന്നെന്നറിയുമോ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്കൂ. ആ ഉമറിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നെന്ന് അറിയുമോ? അല്ലാഹുവേ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട പിതാവുണ്ടല്ലോ, അവിടുന്ന് 100 ഒട്ടകങ്ങൾ, ആടുകളെയും ഒട്ടകങ്ങളെയും തന്റെ കയ്യിൽ കൊടുത്തിട്ട് വരാന്തങ്ങളിലേക്ക് മേയ്ക്കുന്നതിന് വേണ്ടി കൊടുത്തു വിടുമായിരുന്നു. അതാ ഉമർ റളിയല്ലാഹു അൻഹു തആല, എന്റെ പ്രിയപ്പെട്ടവരെ, ഖത്താബിന്റെ മകനായ ഉമറുണ്ടല്ലോ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് വല്ലാത്ത കരുഹൃദയമുള്ള മനുഷ്യനാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ആടുമേയ്ക്കാൻ അവിടുന്ന് ഒട്ടകത്തിനെയും മൃഗങ്ങളെയും മേയ്ക്കുന്നതിന് വേണ്ടി 100 വീതം കൊടുത്തുവിടും. എന്റെ പ്രിയപ്പെട്ടവരെ, വരാന്തങ്ങളിൽ പോയി അവിടുന്ന് കൊണ്ടുപോയി മേയിച്ചിട്ട് തിരിച്ചു വരുമ്പോ പടച്ചവന് 1ഉം 2ഉം എല്ലാ ദിവസവും കുറവാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലേക്ക് കയറി വരുമ്പോൾ വാപ്പയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വല്ലാത്ത ക്രൂര പീഡനമായിരുന്നു. ഉമർ എന്ന് പറയുന്ന ആ ചെറിയ കുട്ടിയോട് തന്റെ പിതാവ് കാണിക്കുന്ന ക്രൂരത സഹിക്കാൻ കഴിയില്ലായിരുന്നു. പലരും കണ്ടിട്ട് സങ്കടം തോന്നുന്ന രീതിയിൽ വല്ലാത്ത പീഡനം, വല്ലാത്ത യാതന. അങ്ങനെ തന്റെ പിതാവിന്റെ ഭാഗത്തു നിന്നുള്ള പീഡനങ്ങൾ സഹിച്ച് ഉമർ റളിയല്ലാഹു അൻഹു തആല അൻഹുവിന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം പോയി, ഹൃദയം കരിങ്കല്ല് പോലെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ റളിയല്ലാഹു അൻഹു വല്ലാത്ത ഗുണ്ടയാകുന്നത് പോലെ, ഇല്ലാതെ ഗുണ്ടകളുടെ നേതാവാകുന്ന ദിശയിൽ ഉമർ റളിയല്ലാഹു അൻഹു തആല ഇങ്ങനെ എല്ലാവർക്കും പേടിയാണ്. ഉമർ എന്ന് കേട്ടാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഉമറിന്റെ പേര് കേൾക്കുന്നത് തന്നെ വല്ലാത്ത പേടിയാണ്. കുഞ്ഞുങ്ങൾക്ക് പോലും പേടിയായിരുന്നു, ശത്രുക്കൾക്ക് പോലും പേടിയായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഒരു കുഞ്ഞ് ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഉമ്മമാർ പറയും, ഉമർ വന്നടാ, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നടാ. കുഞ്ഞുങ്ങൾ പേടിച്ചിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു. വരങ്ങാത്ത മക്കൾ ഉമ്മമാർ പേടിപ്പിച്ചു ഇറക്കിയത് ഉമറിന്റെ പേര് പറഞ്ഞിട്ടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹു ഈമാൻ നൽകുമാരാകട്ടെ. നമ്മളുടെ മക്കളെ പേടിപ്പിക്കാറില്ലേ? ആന വരുന്നടാ, ശൈത്താൻ വരുന്നടാ, പ്രേതം വരുന്നടാ, ഇല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് അതാ ഉമ്മമാർ ഭക്ഷണം കഴിക്കാതെ മക്കളോട് പറയും, ആ വരുന്നു, ഉമർ വരുന്നു എന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കുക. അങ്ങനെ മാതാപിതാക്കൾ പോലും ഭയപ്പെടുത്തിയിരുന്ന ഉമർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രങ്ങൾ എടുത്തു നോക്കൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസി പറഞ്ഞു, മറുപടി എന്തെന്നറിയുമോ? എന്റെ വീടിന്റെ മുന്നിലിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറയാ. എന്റെ വീടിന്റെ മുന്നിലിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും, ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. എങ്ങനെ? ഈ വീടിന്റെ വെളിയിൽ നിൽക്കുന്ന കഴുത മുസ്ലിമായെന്ന് നീ പറ, ഞാൻ വിശ്വസിക്കാം, പക്ഷേ ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. കാരണം അതായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കാരണം അങ്ങനെ ഒരു ജീവിതമായിരുന്നു. എല്ലാവരും വല്ലാതെ ഭയപ്പെടുത്തി. ഏത് കാര്യത്തിനും മുന്നിൽ നിൽക്കുന്ന ശത്രുക്കൾ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പ്രബോധനവുമായി കടന്നു വന്നപ്പോൾ അതാ ശത്രുക്കൾ മുഴുവനും ഒരുമിച്ചു കൂടുകയാണ്. ഖുറൈശികൾ മുഴുവനും ഒരുമിച്ചു കൂടുകയാണ്. എല്ലാവരും കൂടെ ഒരുമിച്ചു കൂടിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു കൊട്ടേഷൻ കൊടുക്കുകയാ. അവിടുന്ന് പറയുന്നു, ഞങ്ങളിൽ ഏറ്റവും വലിയ യോദ്ധാവ് നീയാട്, ഏറ്റവും വലിയ ധൈര്യമുള്ളവനും നീയാട്, നിന്നെ പരാജയപ്പെടുത്താൻ ഒരു മനുഷ്യനും കഴിയില്ല. ഉമറേ, നിനക്ക് ഞങ്ങൾ 100 ഒട്ടകം തരാം, നിനക്ക് 100 ഒട്ടകങ്ങൾ തരാം, നീ ചോദിച്ചത് ഞങ്ങൾ തരാം. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയുമോ? ഞങ്ങളെ ദൈവങ്ങൾ മുഴുവനും കുറ്റം പറയുന്ന, ഞങ്ങളെ ബിംബങ്ങളെല്ലാം അതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പുതിയ ഒരു മതവുമായി കടന്നു വന്ന മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ
ചെറുപ്പക്കാരനുണ്ടല്ലോ, അവന്റെ തലയെടുക്കാൻ നീയാണ് അർഹൻ. ആ മുഹമ്മദിന്റെ തലയെടുത്തു കൊണ്ടുവന്നാൽ നിനക്ക് 100 ഒട്ടകങ്ങൾ തരാം. അവിടുന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കേണ്ട താമസമുണ്ടല്ലോ. ഊരിപ്പിടിച്ച വാളുമെടുത്തു തന്റെ കുതിരയുടെ മുകളിൽ നിന്ന് അവിടുന്ന് ഓടുകയാണ്. റസൂലുള്ളാഹിന്റെ തലയെടുക്കാനാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ തല വെട്ടുന്നതിന് വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിലാണ് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനായ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ കാണുന്നത്. അവിടുന്ന് ചോദിക്കുകയാ, ഐന തുരീദു യാ ഉമർ, ഐന തുരീദു യാ ഉമർ, ഉമറേ നീ എവിടെ പോവുകയാണ്? ഊരിപ്പിടിച്ച വാളുമായി ഉമർ പായുന്നത് കാണുമ്പോൾ അവിടുന്ന് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് അവിടുന്ന് ചോദിക്കുകയാ, ഉമറേ നീ എവിടെ പോവുകയാ? അവിടുന്ന് പറയുകയാ, നമ്മുടെ ദൈവങ്ങളെ മുഴുവനും കുറ്റം പറയുന്ന അന്യമതവുമായിട്ട് ഖുറൈശികളുടെ ഇടയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ മുഹമ്മദ്, അവന്റെ തലയെടുക്കാനാണ് ഞാൻ പോകുന്നത്. അവിടുന്ന് പറയുകയാണ്, ഞാൻ അവന്റെ തലയെടുക്കാൻ, തലവെട്ടാൻ പോവുകയാണ്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിക്കുന്നു, ഉമറേ മുത്തുനബിയുടെ തലയെടുക്കാനാണോ നീ പോകുന്നത്? ആരുടെ തലയെടുക്കാനാ നീ പോകുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാനാണോ നീ പോകുന്നത്? നിനക്കതിന് കഴിയുമോ ഉമറേ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ തലയെടുത്തിട്ട് നിനക്ക് ആ നാട്ടിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഉമറേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് നബിയുടെ പേര് പറയുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് അവിടുന്ന് ചോദിക്കുന്നു, സഅദേ നീയും അവരുടെ കൂടെ കൂടിയോ? സഅദേ നീയും അവന്മാരുടെ കൂടെ കൂടിയോ? പുതിയ മതത്തിലേക്ക് നീയും കൂട്ടുകൂടിയോ? സഅദേ എങ്കിൽ ആദ്യം നിന്റെ തല ഞാൻ വെട്ടുമടാ എന്ന് പറഞ്ഞുകൊണ്ട് കുതിരയുടെ മുകളിൽ നിന്ന് അതാ വാളും എടുത്തുകൊണ്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് ചാടുമ്പോൾ അവിടുന്ന് ചോദിക്കുന്നു, ഉമറേ മുസ്ലിമായ ആരെയും നീ കൊല്ലുവോ? ആരൊക്കെ മുസ്ലിമായാലും എല്ലാത്തിനെയും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് വാളും എടുത്തുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ ചാടുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാ, എങ്കിൽ ആദ്യം വെട്ടേണ്ടത് മുഹമ്മദിന്റെ തലയല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ തലയല്ല, ഈ സഅദിന്റെ തലയല്ല. നീ ആദ്യം വെട്ടേണ്ടത് ആരുടെ തലയെന്നറിയുമോ? ഫഇദ്ഹബ് ഇലാ ഇദ്രീ, നീ വീട്ടിലേക്ക് പോകടാ, നീ നിന്റെ വീട്ടിലേക്ക് പോകടാ. ആദ്യം പോയി കൊല്ലേണ്ടത് നിന്റെ പെങ്ങളെയാടാ. നിന്റെ കൂടപ്പിറപ്പ് മുസ്ലിമായിരിക്കുകയാണ്, നിന്റെ കൂടപ്പിറപ്പ് മുസ്ലിമായിരിക്കുകയാ. ആദ്യം പോയിട്ട് നിന്റെ സഹോദരിയുടെ തല വെട്ടടാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കോപവല്ലാതെയായി. സ്വന്തം കൂടപ്പിറപ്പ് മുസ്ലിമായിരിക്കുകയാണ്.